വൈകിട്ടത്തേക്ക് ഇലയട ഉണ്ടാക്കാമെന്ന് വെച്ച്. ഇലയട അല്ല, ഇത് വട്ടയിലയാണ്. ഇവിടെ അധികം ഞാൻ അങ്ങനെ കാണാറില്ല. ഇത് വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിത് ഉണ്ടാക്കുമ്പോൾ തന്നെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോൾ വീട്ടിൽ ചെന്നാലും അച്ഛൻ പറയും ഉണ്ടാക്കാമെന്ന് പറയുകയും ചെയ്യും. ഞാനത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അച്ഛനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിത് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഓർമ്മ വന്ന്, എനിക്കൊരു മനസ്സിനൊരു സങ്കടം പോലെ വന്നത്. വെച്ചോട്ടൻ ഇവിടെ മണ്ണ് വാരി കളിക്കുവാണ്. നല്ല ചൂടുണ്ട്. അപ്പം നമ്മൾ ഇത് ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കുന്നത്. ഇലയൊക്കെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാവ് കുഴച്ച് അതിലേക്ക് നല്ല നൈസായിട്ട് പരത്തിയിട്ടുണ്ട്. എനിക്ക് അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഗോതമ്പ് മാവിലുണ്ടാക്കിയത്. തേങ്ങയും ശർക്കരയും കൂടി നല്ല രീതിക്ക് വരട്ടിയിട്ടാണ് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച് നല്ല രീതിക്ക് ഇങ്ങനെ ചേർത്ത് ഉണ്ടാക്കാതെ. ഞാനിത് ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യുവാണ്. അപ്പോൾ ദൃശ്യക്കുട്ടികളൊന്ന് ഇടയ്ക്കും കൂടി ശർക്കരയും തേങ്ങയും കൂടി വരട്ടി വെച്ചതൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇഡലി തട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയത് ഒരെണ്ണം വാങ്ങിച്ചതാണ്. പഴയതങ്ങ് ചീത്തയായിപ്പോയി. അങ്ങനെ ഇത് കൊള്ളാം, നല്ല സ്റ്റീമറും കൂടി ചേർന്ന് വരുന്നതാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ചൂടൻ ഓടി വന്നിട്ട് പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കുകയൊക്കെയാണ്. ഇത് ഉപയോഗിച്ചിട്ടില്ല, ഇന്ന് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. വാങ്ങിച്ച് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയതാണ്. പിന്നെ തിരിച്ച് വന്നതിന് ശേഷമാണ് ഇത് എടുക്കുന്നത്. അങ്ങനെ തെച്ചൂട്ടനിത് പിന്നെ ഓപ്പൺ ചെയ്യുക എടുക്കുകയൊക്കെ ചെയ്യുവാണ്. അങ്ങനെ നമ്മളിത് ഓരോന്നായിട്ട് ഞാനിങ്ങനെ അടുക്കി വെക്കണം. ഇത് ആവിയിൽ ഇനി വേവിച്ചെടുക്കണം. ഇത് ആവിയിൽ വെന്ത് കഴിയുമ്പോൾ ഇത് തുറക്കുമ്പോൾ ഒരു നല്ലൊരു മണമുണ്ട്. ഈ ഇല വാടിയിട്ട് അതിൻ്റെയും കൂടി ഒരു മണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഈ ഇല അധികം അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ. അങ്ങനെ സാധനം റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ദൃശ്യക്കുട്ടനും ദൃശ്യക്കുട്ടിയും കൂടെ ഓടി വന്ന് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ചൂടോടെ തന്നെ ദൃശ്യക്കുട്ടി അതെടുത്ത് വായി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ശർക്കരയും കൂടി ആയതുകൊണ്ട് കുറച്ച് ചൂടാറിയിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടി എന്തൊക്കെയോ പറഞ്ഞ് കഴിക്കുകയാണ്. അപ്പോൾ വാ പൊള്ളിയിട്ട് കിടന്ന് ചിരിക്കുകയാണ്. അങ്ങനെ അമ്മ ഉണ്ടാക്കിയതൊക്കെ സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഞങ്ങളിതൊക്കെ കഴിച്ച് ഓരോന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. വെക്കേഷനല്ലേ, പിന്നെ നമ്മളിങ്ങനെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഓരോ സ്നാക്സൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ അത്രയുള്ള ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.